അരുൺ മോഹൻ, ഇവിടെ ഇടതിൻ്റെയും വലതിൻ്റെയും രണ്ട് സംഘടനകളുടെയും പ്രതിനിധികൾ ഇപ്പോഴും വി ഡി സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു എന്നുള്ള കഴിഞ്ഞ കുറേ നാളുകളായി അവർ മുന്നോട്ട് വെക്കുന്ന ആ നെറേറ്റീവ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. താങ്കൾക്ക് ഈ രണ്ടുപേർക്കും മറുപടി നൽകും. കേൾക്കാം കേൾക്കാം ശ്രീ അരുൺ പറഞ്ഞോളൂ. ഇടയ്ക്കിടെ കാര്യം എനിക്ക് ഡേറ്റയുടെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ മിണ്ടാതെ കേട്ടിരിക്കുകയാണ്. 1921 ഫെബ്രുവരി മാസം 24 ഇപ്പം അഡ്വക്കേറ്റ് പാലാ ജയസൂര്യൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ച് പറയാം. 21 ഫെബ്രുവരി മാസം 24 യങ് ഇന്ത്യ പത്രത്തിൽ ബ്രേവ് പാട്രിയോട്ട് എന്ന് ശ്രീ വീര സവർക്കറെ കുറിച്ച് എഴുതിയത് ഗാന്ധിജിയാണ്. എനിക്ക് ഈ പുത്തൻകൂറ്റ് കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ഈ വാചാടോപം കേട്ടപ്പോൾ ഗാന്ധിജിയെ അതോ ഇനി ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഗാന്ധിജി അവർ അംഗീകരിക്കുന്നില്ല, ആ സാധനം മുഴുവൻ ഫേക്കാണ്, വേറെ ആരെങ്കിലും പറഞ്ഞതാണ്. ഞാൻ ഡേറ്റ് ചെയ്താണ് പറഞ്ഞത്. 1957 നവംബർ മാസം 22 ലോക്സഭയിലെ സ്വതന്ത്ര MP രാജാ മഹേന്ദ്ര പ്രസാദ് ഈ സാവർക്കറെ അംഗീകരിച്ച് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഇത്രയും ഒരു വീരപുരുഷൻ ഭാരതത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അത് പാർലമെന്റ് രേഖകളായി വരണം എന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. 1957 നവംബർ മാസം 22 സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൃത്യമായി രണ്ടുപേരും ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ആൾ അതിനെ പിന്താങ്ങും. സ്വാഭാവികമായിട്ടും മജോറിറ്റിയുടെ അഭിപ്രായം ചോദിക്കും. പാർലമെന്റ് നടപടികളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന കാര്യമില്ലല്ലോ. അവിടെ എഴുന്നേറ്റ് നിന്ന് ആ പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ച പാർലമെന്റ് അംഗത്തിന്റെ പേര് AK ഗോപാലൻ എന്നാണ്. ഈ അല്പം മുമ്പ് സംസാരിച്ച ജലീൽ പുല്ലൂർ പറയണേ 1911 മാപ്പപേക്ഷ കൊടുത്തതിന് അദ്ദേഹം പറഞ്ഞ ഭാഷയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാപ്പപേക്ഷ ഞാൻ ക്ലിയർ ചെയ്യാം. മാപ്പപേക്ഷ കൊടുത്തതിന് ശേഷം ഹിന്ദുത്വ ആശയം സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ പുള്ളി എന്തോ അതിനു മുമ്പ് പുള്ളി കൊള്ളാമായിരുന്നു, പുള്ളിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 1911 മുമ്പാണോ ഇന്ത്യൻ പാർലമെന്റിൽ AKG നീ സംസാരിച്ചത്? താങ്കൾ ഈ പറഞ്ഞ കാര്യം AKG അറിയാൻ പാടില്ലായിരുന്നു. ഈ AKG നിങ്ങൾ വിടും. AKG ഒരുപക്ഷെ പല വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ AKG പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കയറി പിടിക്കാൻ പറ്റത്തില്ല. ഇടക്കാലത്ത് ഉണ്ടായ ചില വിവാദങ്ങൾ AKG എന്ന് പറയുന്ന വലിയൊരു ബിംബം ഉടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുവിടെ 1958 സാവർക്കറുടെ 75ാമത് ജന്മദിനാഘോഷം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സംഘടിപ്പിക്കുകയാണ്. സാവർക്കറുടെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന 75ാമത് ജന്മദിനാഘോഷ പരിപാടി മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ചപ്പോ അന്നത്തെ ബോംബെ മേയർ, ഇന്നിപ്പോഴുള്ള ഈ ബോംബെയിലൊക്കെ മഷീട്ട് നോക്കി ഈ പാർട്ടി കാണാത്തത്, അന്നത്തെ ബോംബെ മേയർ CPI കാരനായ സഖാവ് SS മിറാജ്കറാണ്. നമ്മൾ ൊക്കെ നമുക്കിപ്പോ അവൈലബിൾ ആണ്. ഇവരുടെ വിചാരം എന്താണ്? ഇവർ കണ്ണടച്ച പറഞ്ഞാൽ അതിൽ ഇരുട്ടാവുന്നു. ഈ SS മിറാജ്കർ എന്ന് പറയുന്ന AITUCയുടെ ഏറ്റവും കൂടുതൽ കാലം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നതും സാവർക്കറെ ആദരിച്ചതും. 75ാമത്, അതായത് സാവർക്കറുടെ ജന്മദിന ആഘോഷങ്ങൾ അതിന്റെ ഭാഗമാവുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതും 1911 മുമ്പാണെന്ന് അദ്ദേഹം ഒന്ന് പറയണം. 1911 ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി, അദ്ദേഹം തീവ്ര ഹിന്ദുത്വവാദിയായി, അദ്ദേഹം രാഷ്ട്രവിരോധിയായി. എങ്കിൽ എന്തിന് 1958 ഭാരതം സ്വതന്ത്രമായതിനു ശേഷം 11 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര വീര നായകനായി പാർലമെന്റ് രേഖകളിൽ ഉണ്ടാവണമെന്ന് CPI കാരനായ, അന്ന് CPI മാത്രമേ ഉള്ളൂ, ആരാവശ്യപ്പെടുന്നു? AKG. അതിനുശേഷം SS മിറാജ്കർ. ഇനി വീർ സവർക്കർ മരിച്ചപ്പോ ധീരതയുടെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമാണെന്നാണ് പറഞ്ഞത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് MPയുമായിരുന്ന ഹിരേന്ദ്രനാഥ് മുഖർജി. ജലീൽ പുനലൂർ എനിക്കറിയാൻ പാടില്ല, LDFനെ റെപ്രസെന്റ് ചെയ്താണ് അദ്ദേഹം വന്നെങ്കിൽ LDFന്റെ ചരിത്രം കൂടി. LDF എന്ന് പറയുന്നത് ഏതായാലും ഈ രാജ്യത്തെ വെട്ടിമുറിച്ച സമയത്ത് ലീഗിന് തീവ്രത പോരാന്നും പറഞ്ഞ് പാകിസ്ഥാനിൽ പോയ ഐറ്റങ്ങൾ കുറച്ച് അവശേഷിക്കുന്ന ഒന്നാണ് അദ്ദേഹം. കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി ഒരിക്കലും ലീഗായിട്ടില്ല. ആ പാർട്ടിയുടെ പേര് INL. അത് ഏറ്റവും വലിയ കോമഡി അതാണ് ഇതിനകത്തെ. ഇതൊക്കെ വളരെ, ഞാൻ ആ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചത് കേൾക്കുമായിരുന്നു. താഴോട്ട് നോക്കിയപ്പോൾ നാഷണൽ ലീഗ്, അതായത് ഈ ലീഗിന് തീവ്രത, അത് ഇന്ത്യ വിഭജനം മുതലല്ല, തർക്കമന്ദിരം തകർക്കപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ലീഗ് തീവ്ര നിലപാടെടുത്തില്ല. അപ്പൊ തീവ്ര മുസ്ലിം നിലപാട് വേണം എന്നാവശ്യപ്പെട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യത്തെയും കുറിച്ച്, ഇനി അത് വിട്ടേക്കാം. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപാർട്ടിയുടെ പേര് കൊണ്ട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിനകത്തെ തുടക്കത്തിൽ ഒരാള് ഞാൻ പ്രതീക്ഷിച്ചു കോൺഗ്രസിന്റെ, അദ്ദേഹം ഈ ഷൂ നക്കിയ സാധനം എവിടെ നിന്നാണ് കിട്ടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. ഷൂ നക്കി കാര്യം അദ്ദേഹം ക്ലെമൻസി പെറ്റീഷൻ എഴുതി എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ അത് മനസ്സിലാക്കാം. കാര്യം മോസ്റ്റ് ഒബീഡിയന്റ് സെർവന്റ് എന്നെഴുതി അവസാനം ഒപ്പിട്ടവരിൽ ഗാന്ധിജിയുണ്ട്, നെഹ്റു ഉണ്ട്, ഡാങ്കയുണ്ട്. അതായത് ഒരു മനുഷ്യൻ കാരാഗൃഹവാസത്തിൽ 2 കൈകളിലും 2 കാലുകളിലും ചങ്ങല ബാധിച്ച് ഈ ചക്കാട്ടുന്ന ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത്. ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ കഴിയാൻ സാധിക്കാത്ത
ജയിലിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഭക്ഷണം പുഴു കയറിയ ഭക്ഷണമായിരുന്നു. ഇത്രയും ത്യാഗം ഈ രാഷ്ട്രത്തിന് വേണ്ടി 27 വർഷക്കാലം ജയിലിൽ. കാര്യം ആ ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അദ്ദേഹം മുമ്പ് ഗൗതം ചോദിച്ച സമയത്ത് അതിനകത്ത് ഒഴിഞ്ഞുമാറിപ്പോയി. കാര്യം ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദ്യത്തിന് ഉത്തരവില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഷൂ നക്കിയതാണെങ്കിൽ ആ ചോദ്യം ഉൾപ്പെടുത്തണമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ഷൂ മാത്രമല്ല, ഈ നക്കാൻ സാധിക്കുന്ന എല്ലാം നക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത്. രണ്ട് തരത്തിൽ നമുക്ക് ആ ഉത്തരത്തെ കാണാൻ വേണ്ടി സാധിക്കും. കാര്യം ഈ പറയുന്നതൊക്കെ ഇങ്ങനെയാണെങ്കിൽ, നാഭ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പഞ്ചാബില്. നാഭയിലെ 1923 സെപ്റ്റംബർ മാസത്തിൽ ഒരാളൊന്ന് ചെന്ന് നോക്കി. നാഭയിലേക്ക് പ്രവേശനമില്ല സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. ഈ വാർത്തയൊക്കെ അറിയിച്ചൊരു 3 പേര് അവിടെ പോയി ഒന്ന് എത്തി നോക്കിയതിന്റെ പേരിൽ ഇവരെ പിടിച്ച് അകത്തിട്ടു. ഒരേ ഒരു ദിവസം ജയിലിൽ കിടന്ന സമയത്ത് ഭക്ഷണമില്ലേ, എനിക്ക് കക്കൂസി പോണേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ഒരു മനുഷ്യന്റെ പേരാണ് നെഹ്റു. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ ഡോക്യുമെന്റ് A.T. ഗിദ്വാനിയും K. സന്താനവുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. അവരുടെ ആത്മകഥയിൽ അവർ വളരെ വ്യക്തമായി പറയുന്നു, അവസാനം അദ്ദേഹത്തിന്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റു കയ്യെ കാലെ പിടിച്ച് ബ്രിട്ടീഷുകാരെ എവിടെയൊക്കെ പിടിക്കാമോ അവിടെയൊക്കെ പിടിച്ച് ഈ മനുഷ്യനെ പുറത്തിറക്കി. ഒരു ദിവസം. ഇദ്ദേഹം 9 വർഷം പല കാലങ്ങളായി ജയിലിൽ കിടന്നിരുന്ന സമയത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ A ക്ലാസ് തടവുകാരനായിട്ടാണ് ജയിലിൽ കിടന്നത്. അദ്ദേഹത്തിന്റെ മുറിയിൽ വായിക്കാൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കാമായിരുന്നു. ആനന്ദ ഭവനിലെ സ്വന്തം വീട്ടു തടങ്കലിൽ ഉൾപ്പെടെ കഴിഞ്ഞതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന 9 വർഷം പല കാലയളവിലായി. അപ്പോഴാണ് 2 ജീവപര്യന്തം, ഒരു മനുഷ്യന് 2 ജീവപര്യന്തം. ഞാൻ ഡേറ്റ് പറയാം, 1910 ഡിസംബർ 24, 1911 ജനുവരി 31, 25 വർഷം, അടുത്ത 25 വർഷം പൊതുമാപ്പിന് വേണ്ടി കൊടുത്തു. ഇല്ലാന്ന് പറയുന്നില്ല. ആ കാലത്ത് ജയിലിൽ കിടന്ന മുഴുവൻ ആളുകളും കോമൺ ആയി കൊടുത്തതാണ്, അല്ലാതെ ഞാൻ പ്രത്യേകമായി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതല്ല. അങ്ങനെ പൊതുമാപ്പ് ജൂൺ 4 കൊടുത്തു, ഡിസംബർ 24 കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ബാരീന്ദ്ര ഘോഷിനെ ഉൾപ്പെടെ, വീരവിപ്ലവകാരിയായ ബാരീന്ദ്ര ഘോഷിനെ ഉൾപ്പെടെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. പക്ഷെ സാവർക്കർ വിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഇറക്കി വിടാനാണെങ്കിൽ ബ്രിട്ടീഷുകാരന് ഭയമായിരുന്നു. ഇത് പുറത്തേക്ക് പോകാൻ ഉണ്ടാകുന്ന അപകടത്തെ അവന് നന്നായി അറിയാമായിരുന്നു. തന്റെ കഴുത്തിൽ കിടന്ന തകിട് കടിച്ച് കരിങ്കൽ ഭിത്തിയിൽ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചിട്ട് ജയോസ്തുതേ എന്ന ഗീതം എഴുതി. ആ ഗീതം ഇന്നും ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നു. ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ടീമുകൾ ഇതിന് ഇന്ത്യൻ ആർമി അവരുടെ പരേഡിൽ ഉപയോഗിക്കുന്ന ജയോസ്തുതേ എന്ന ഗീതം എഴുതിയത് വീരവിനായക ദാമോദര സവർക്കർ. അഭിമാനമുള്ളത് പറയാൻ. ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഒരു വലിയ മനുഷ്യൻ സ്വന്തം ജീവിതം മുഴുവൻ ഈ രാജ്യത്തിന്റെ ബലിപീഠത്തിൽ ആത്മത്യാഗം സഹിച്ചുകൊണ്ട് ഈ രാഷ്ട്രമാതാവിന്റെ കാൽക്കൽ എറിഞ്ഞുടച്ച തന്റെ അദ്ദേഹം പറഞ്ഞല്ലോ, യൗവനകാലം അല്ലായിരുന്നു സാവർക്കർ. ഈ 27 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഒരാളുടെ യൗവനകാലം അതിനുള്ളിൽ പെടത്തില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന യൗവനം എന്താണെന്നുള്ളതും കൂടി ഞാനത് വിശദീകരിക്കാം. മുമ്പ് കാര്യം അത് പറയാതിരിക്കാൻ പോയാ, 1909 നമ്മൾ രാജ്യസ്നേഹത്തെ കുറിച്ചാണല്ലോ ചർച്ച. 1909 സർ കഴ്സൺ വില്ലിയെ ലണ്ടനിൽ പോയി മദൻലാൽ ധീങ്കര വെടിവെച്ചു വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, ലണ്ടനിൽ പോയി മദൻലാൽ ധീങ്കര വെടിവെച്ചു വന്നു. ആ വെടിവെച്ചു വന്ന മദൻലാൽ ധീങ്കരയ്ക്കെതിരെ അവിടുത്തെ കുറച്ച് ഈ ലണ്ടനെ സ്നേഹിക്കുന്ന ബ്രിട്ടീഷുകാരന്റെ ബീജം പേറുന്ന കുറച്ച് ഇന്ത്യക്കാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കുറച്ച് പേര് ഈ മദൻലാൽ ധീങ്കരയ്ക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കി. കാര്യം എന്താ? അവിടെ നിന്ന് പോകണമെങ്കിൽ, അവിടെ നിന്ന് പിഴച്ചു പോകണമെങ്കിൽ ഈ സായിപ്പിന്റെ പ്രീതി സമ്പാദിക്കണം. അന്ന് മദൻലാൽ ധീങ്കരയുടെ മുഖത്ത് തുപ്പിയ, ഞാൻ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് പറഞ്ഞു, ഇന്ത്യൻ ആർക്കീവ്സിലെ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്, മദൻലാൽ ധീങ്കരയുടെ മുഖത്ത് തുപ്പിയ ഇന്ത്യക്കാരന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിനെ വെള്ളപൂശമേ നിങ്ങൾ പൂശിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ സാവർക്കറെ ഒരു വശത്ത് നിർത്തി. പക്ഷെ ഈ പറഞ്ഞ നെഹ്റുവിന് പോലും സാവർക്കറെ അംഗീകരിക്കണം. അതുകൂടി ഞാൻ പറയാം, അതിന് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കണം. കാര്യം ഈ 2 ടേംസിൽ ഈ പറയുന്ന മുഴുവൻ വൃത്തികേടുകൾ കേട്ടിട്ട് മിണ്ടായിരുന്നപ്പം ഉണ്ടായ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പോകുന്ന ഇതേ നെഹ്റു 1929 മാർച്ച് മാസം 6-ാം തീയതി, ഡേറ്റ് മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് വേണം നോട്ട് ചെയ്ത് വെക്കാൻ, പരിശോധിക്കാം. 1929 മാർച്ച് 6-ന് ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് സെൻസർഷിപ്പ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ലേഖനത്തിൽ ഇന്ത്യ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 1857, അതായത് 1857 മഹത്തായ വിപ്ലവം എന്ന പുസ്തകം, സാവർക്കറുടെ പുസ്തകത്തെ വിളിച്ചിരുന്നത് ബ്രില്യന്റ് ബുക്ക് എന്നാണ്. ദ ബ്രില്യന്റ് ബുക്ക്. ഇതേ നെഹ്റു 1950 സ്വതന്ത്ര ഭാരതത്തിൽ വീണ്ടും സാവർക്കർ ജയിലടച്ചു. നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3-4 മാസക്കാലത്തോളം നെഹ്റു ജയിലിൽ കിടന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാനിൽ നിന്ന് അന്നത്തെ പാകിസ്ഥാൻ PM 1950 പാകിസ്ഥാൻ PM ലിയാഖത്ത് അലിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതെ, ലിയാഖത്ത് അലിയാണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് സാവർക്കർ പ്രശ്നം ഉണ്ടാക്കുന്നു. 66 വയസ്സുള്ള സാവർക്കറെ ഭയമായിരുന്നു. അതേ ഭയം കോൺഗ്രസിന് ഇന്നും തുടരുകയാണ്, വിടാതെ പിന്തുടരുക. കോൺഗ്രസ്സുകാരൻ അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞാൽ പോരാ, തന്റെ ഇന്ദിരാഗാന്ധിയുടെ പൈതൃകത്തെ അവർ അംഗീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ദിരാഗാന്ധി 1970 ജൂൺ മാസം 28-ാം തീയതിയാണ് ഔദ്യോഗികമായി ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്.
ഔദ്യോഗികമായി ഭാരത സർക്കാർ തന്നെ തപാൽ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ജലീൽ പുന്തൂര് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റണമെന്ന് ഒരു CPIയുടെ MP ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റണം. അദ്ദേഹം പറഞ്ഞെന്തറിയോ? സവർക്കർ ധാം എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രശേഖർ ത്രിപാഠി എന്നാണ്. CPIയുടെ MP ആയിരുന്നു. അപ്പൊ ഇതൊക്കെ 1911 മുമ്പ് ആയിരുന്നില്ല മിസ്റ്റർ ജലീൽ. ഇതെല്ലാം 1911 ശേഷം അദ്ദേഹം ഈ മാപ്പ് കൊടുത്തു, അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ വക്താവായി എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിന് ശേഷമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ സ്റ്റാമ്പ് പുറത്തിറക്കിയത്, പാർലമെന്റിൽ അംഗീകരിച്ചത്, അദ്ദേഹത്തിന്റെ പേര് പോർട്ട് ബ്ലെയറിന് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത്? ഇതൊക്കെ അതിനുശേഷമല്ലേ? അപ്പോ ചില ആളുകളെ വീരപുരുഷന്മാരാക്കി ചിത്രീകരിച്ച ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചത് പൊളിഞ്ഞു വീഴുകയാണ്. യാഥാർത്ഥ്യം ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ഒരു മിടുക്കനായ അധ്യാപകൻ, അദ്ദേഹത്തിന് ഞാൻ ഈ ചർച്ചയിൽ എല്ലാ പിന്തുണയും കൊടുക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടില്ല, നിങ്ങൾ വിജയിയാണ്. നിങ്ങളാണ് യഥാർത്ഥ വസ്തുത ഈ കേരളത്തിൽ ചർച്ചയാക്കിയത്. ഇന്ന് വീരവിനായക ദാമോദര സവർക്കറുടെ പേര് ഓരോ തെരുവുകളിലും യുവത്വം മുഴക്കുകയാണ്, ഉച്ചത്തിൽ മുഴങ്ങുകയാണ്. ഇതിന്റെ കാരണക്കാരനായത് അധ്യാപകനാണെങ്കിൽ സധൈര്യം അത് എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇത്രയും ദേശവിരുദ്ധരാൽ നിലനിർത്തപ്പെടുന്ന ഒരു സർക്കാരാണ് VD സതീശനെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ട് ഇന്ന് ഈ ഉത്തരവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാരും കണ്ടു കഴിഞ്ഞു. ആരാണ്? തീവ്ര ഇസ്ലാമിക നിലപാടുള്ള SDPI മൈൻഡ് സെറ്റോട് കൂടിയ SIയുടെ നേതാവിനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വരും. ഇത്രയും മാത്രം വന്നാൽ പോരാ.